ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കിടിലൻ വെള്ളപ്പയർ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച വെള്ളപ്പയർ 2 കപ്പ് ചേർക്കുക, ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 2 വിസിൽ മതി കേട്ടോ. പിന്നെ നമ്മളൊരു കടായി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടി വരട്ടെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്നായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഒരു സവാള മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് വാട്ടി കൊടുക്കാം. സവാള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതാ ഒരു 5-6 ചെറിയുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് വാടി വരണം കേട്ടോ. ഇനി അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, എരിവിനനുസരിച്ചിട്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച വെള്ളപ്പയറാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലൊരു അടിപൊളി തോരനാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വലിയ പണിയൊന്നും ഇല്ലാത്ത, എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി തോരനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും നമ്മുടെ തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.